ഒരു കാലഘട്ടത്തിലും കളവ് പറയരുത്. ഈ ആദർശം എന്നെ പഠിപ്പിച്ചു ആ മരിച്ചുപോയ രണ്ടുപേരും. അവർ പറഞ്ഞ പോലെ ആ കാലഘട്ടം വരെ ഞാനൊരു കളവ് നടത്തിയില്ല, ഞാനൊരാളോട് കള്ളത്തരവും പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതമാകെ മാറി. ഞാൻ കുഴുപ്പട്ടിണിയിലായി. ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഞാൻ ഊര് തണ്ടേണ്ട അവസ്ഥ വന്നു. ഞാൻ ചില വീടുകളിലൊക്കെ കയറി ചെല്ലും. ചിലരൊക്കെ പലതും പല ഭക്ഷണവും എനിക്ക് തരും. അങ്ങനെ അവർ തരുന്ന ഭിക്ഷ കൊണ്ട്, അവർ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ ജീവിച്ചു. അധ്വാനിക്കാനുള്ള പ്രായം എനിക്കായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്രായത്തിൽ എനിക്ക് പണിയുമാരും തരുമായിരുന്നില്ല. പക്ഷെ എന്റെ കൽബിന്റെ അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു, കളവ് ചെയ്യരുത്, കളവ് പറയരുത് എന്ന്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ ബഗ്ദാദിലെ കോടതിയോട് അവർ വിളിച്ചു പറയുകയാണ്, എന്താ നിങ്ങൾക്കറിയണോ, ഇവര് സബാഹ് എന്ന ഈ ചെറുപ്പക്കാരൻ, ഇവര് സബാത്ത് എന്ന പെരുങ്കള്ളനായി മാറിയ കഥ കേൾക്കണം നിങ്ങൾക്ക്. ഒരു നാൾ വിശന്നിട്ട് എനിക്ക് സഹിക്ക വയ്യാതെയായി. ഒട്ടിയ വയറുമായി റോഡരികിലെ കിണറിൻ്റെടുക്കുന്ന ഒരുപാട് പച്ചവെള്ളം ഞാൻ കോരി കുടിച്ചു. ആ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാൻ ഒരു കടയുടെ മുന്നിലേക്ക് പോയി. റൊട്ടി വെക്കുന്ന ഒരു കടയുടെ മുന്നിൽ ഞാൻ എത്തി. ആ കടയുടെ ഫ്രണ്ടിൽ മുൻഭാഗത്ത് ഗ്ലാസിൽ റൊട്ടി ഉണ്ടാക്കി അടുക്കി വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. അത് വാങ്ങിക്കൊണ്ടു പോകുന്നവർ ഞാൻ പലരോടും മുന്നിൽ കൈനീട്ടി. ആരും എനിക്കൊന്നും തന്നില്ല. അവസാനം ഞാൻ ആ കടക്കാരന്റെ മുന്നിലേക്ക് പോയി. ആ വിൽക്കുന്ന മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് ഞാൻ കൈ നീട്ടിയിട്ട് ചോദിച്ചു, വിശന്നിട്ട് പറ്റുന്നില്ല എനിക്ക്, ഒരു റൊട്ടി നിങ്ങൾ എനിക്ക് കടം തരുമോ എന്ന്, ഒരു റൊട്ടി എനിക്ക് തിന്നാൻ തരുമോ എന്ന്. അയാൾ എന്നെ ആട്ടിപ്പുറത്താക്കിയത് മാത്രമല്ല, പിന്നെയും ഞാൻ അവിടെ നിന്നപ്പോ അയാൾ എന്നെ അടിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ കുറച്ച് ദൂരേക്ക് മാറി. ഞാൻ എന്റെ കട ഇങ്ങനെ മൊത്തം നോക്കി. അപ്പോൾ അതിന്റെ ബാക്ക് ഭാഗത്ത് നിന്നാണ് റൊട്ടി ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കണ്ടു. അവിടെ കുറെ പെണ്ണുങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ഞാൻ ഇയാളുടെ കണ്ണുപെട്ടിച്ച് ബാക്ക് ഭാഗത്തുകൂടെ മറുഭാഗത്തുകൂടെ ബാക്കിലേക്ക് പോയി. ആ ബാക്കിൽ പോയിട്ട് ആ റൊട്ടി ഉണ്ടാക്കുന്ന, മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കുന്ന പരത്തുന്ന ആ പെണ്ണുങ്ങളുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, താത്തമാരെ വല്ലാതെ വിശപ്പുണ്ടിരിക്ക്, ഒരു റൊട്ടി നിങ്ങൾ എനിക്ക് തരുമോ? ആ സമയത്ത് ഈ മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് മറ്റൊരു പെണ്ണിനോട് പറഞ്ഞു, ഡേ ഒരു റൊട്ടി കൊടുത്ത് ആ മോന് കൊടുക്ക്, അവൻ വിശന്നിട്ടാണെന്ന് തോന്നുന്നു, തിന്നോട്ടേന്നുണ്ട്. ആ വർത്താനം കേട്ടപ്പോ ഒരു പെണ്ണ് ഒരു റൊട്ടി എടുത്ത്, ഒരു ചപ്പാത്തി റൊട്ടി മനസ്സിലായില്ലേ, അതെടുത്തിട്ട് നേരെ എന്റെ കയ്യിലേക്ക് കൊണ്ടുതന്നു. സത്യത്തിൽ വിശന്ന് പൊരിഞ്ഞിട്ട് ഒരടി പോലും നടക്കാൻ കഴിയാത്ത ഞാൻ ആ പീടികയുടെ പിൻഭാഗത്ത് അത് കിട്ടിയപ്പോ തന്നെ കൈ കൊണ്ട് പൊട്ടിച്ച് കടിച്ച് തിന്നാൻ തീരുമാനിച്ചു. ഞാൻ വായിലേക്ക് കടിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ മുഖത്ത് തിളച്ച വെള്ളം കോരി ഒഴിക്കപ്പെട്ടത്. ഞാൻ നോക്കുമ്പോ ആ കടയുടെ മുതലാളിയായ മനുഷ്യൻ പിൻഭാഗത്തേക്ക് നടന്നു വന്നിട്ട് പാത്രത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചു കളി എന്റെ ദേഹത്തേക്ക്. എന്റെ ശരീരമാസകലം പൊള്ളി. പിന്നെ ഒരു കഷ്ടം ചപ്പാത്തി തിന്നാൻ, റൊട്ടി തിന്നാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ബഗ്ദാദ് കോടതിയോട് പറയാണ്, ആ റൊട്ടിയും അവിടെ വലിച്ചെറിഞ്ഞ് ഞാൻ നീറ്റലോടെ ഇറങ്ങി ഓടുകയായിരുന്നു അവിടെ നിന്ന്. ആദ്യം എനിക്ക് ആദ്യം സഹിക്കാതെ ആദർശത്തിൽ നിന്നില്ല. അങ്ങനെ ഞാനൊരുങ്ങി കതിവും ചെയ്യാൻ തുടങ്ങി. പശിമാറി എൻ ജീവിതം പിച്ച വെക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ ഒഴിച്ച തിളച്ച വെള്ളം കാണ്ടവന്റെ ശരീരമാസകലം പൊള്ളി. നീറ്റലടക്കാൻ കഴിയാതെ, ഒരു കഷ്ടം ചപ്പാത്തി അതിൽ നിന്ന് കടിക്കാൻ കഴിയാതെ, തിന്നാൻ കഴിയാതെ ഞാൻ ഇറങ്ങി ഓടുകയായിരുന്നു. ഓടിയെന്റെ ഒരു കടത്തിണ്ടയിൽ വന്ന് ഞാൻ അവിടെ ഇരുന്നു. വല്ലാത്ത സങ്കടവും ദുഃഖവും എന്നെ വല്ലാണ്ട് തളർത്തി. ബഗ്ദാദ് കോടതിയോട് മോൻ പറയാണ്, ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, എന്തൊരു മനുഷ്യരാണ് ഇവിടെ, എന്തൊരു ദുഷ്ടന്മാരാണ്. സത്യസന്ധമായി ജീവിച്ചപ്പോൾ അവരെനിക്കൊന്നും തന്നിട്ടില്ല. ഇന്നവനെ വെറുതെ വിടരുത്. എന്റെ മേലെ തിളച്ച വെള്ളം കോരിയൊഴിച്ചവനെ വെറുതെ വിടരുത്. അവനോടാണ് എന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പ്രതികാരം. ബഗ്ദാദ് കോടതിയോട് പറയാണ്, അവനോടാണ് എന്റെ പ്രതികാരം ആദ്യം എന്റെ കൽബിൽ തോന്നിയത്. ഒന്നിരുട്ടാൻ ഞാൻ തീരുമാനിച്ചു, ഒന്നിരുട്ട് പരക്കാൻ, സൂര്യൻ നിന്ന് മറയാൻ ഞാൻ ആലോചിച്ചു. കാത്തിരുന്നു അന്നത്തെ പകൽ മുഴുവൻ. അന്നത്തെ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ജനങ്ങൾ മുഴുവൻ നാല് ഭാഗത്ത് കിടന്നുറങ്ങാം. ആ സമയത്ത്
ഞാൻ ആ കടത്തിൽ ഇറങ്ങി നടന്നു. എന്നെ പോലെ കടത്തിണ്ടകളിൽ ഒരുപാട് ചെറിയ മക്കൾ പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെയൊക്കെ തട്ടി വിളിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം വേണോ? എന്റെ കൂടെ വന്നോളൂ. നിങ്ങൾക്ക് ഭക്ഷണം വേണോ? അവർ ആർത്തിയോടെ ചാടി എഴുന്നേറ്റു, എന്റെ കൂടെ വരാൻ തീരുമാനിച്ചു. ഞാൻ ആ കുട്ടികളെയും കൊണ്ടുപോയി എന്റെ മേലെ തിളച്ച വെള്ളം ഒഴിച്ച കടക്കാരന്റെ മുന്നിൽ പോയി നിന്നു. 4 ഭാഗം പരിസര വീക്ഷണം നടത്തി. അവസാനം ഞാൻ അവന്റെ കട ചരിത്രത്തിൽ ആദ്യമായി കുത്തി തുറന്നു. ഇബ്നു സബാത്തിന്റെ പേരും കള്ളനാകുന്നത് അവിടെ നിന്നാണ്. കുത്തി തുറന്ന് അവൻ പിറ്റേന്ന് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സകല റൊട്ടിയും ഞാനെടുത്ത് വിതരണം നടത്തി. എന്റെ കൽവിൽ ആദ്യം ഉണ്ടായ ഒരു ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്നെ പോലെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾ അത് ഭക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കടയിലുള്ള കംപ്ലീറ്റ് സാധനം ഞങ്ങൾ അടിച്ചു മാറ്റി. ഞങ്ങൾ വയറ് നിറയെ തിന്നു. എന്നിട്ട് പട്ടിണി കിടക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. അവരുടെ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങൾ ഇത് കൊണ്ട് വിട്ടുകൊടുത്തു. നേരം വെളുക്കാം അവരും കാണട്ടെ, അവരും കഴിക്കട്ടെ. പണക്കാരുടെ ധാർഷ്ട്യതക്ക്, പണക്കാരൻ ചെയ്ത അപഹപരാധത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ബഗ്ദാദ് കോടതിയുടെ ചെറിയമ്മൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇബ്നു സബാത്ത് എന്ന പെരുങ്കള്ളൻ ഈ നാട്ടിലുണ്ടായത്. സത്യസന്ധമായി ജീവിക്കാൻ തീരുമാനിച്ചു, കള്ളത്തരം പറയാതെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം തരാൻ ഈ നാട്ടിലെ പണക്കാരോ ഭരണകൂടമോ തയ്യാറായില്ല. അപ്പോൾ എന്നെ പോലുള്ള പെരുങ്കള്ളന്മാർ ഈ രാജ്യത്ത് ഉടലെടുക്കുക തന്നെ ചെയ്യും. സത്യമാണ്. അയൽവാസിയായ മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് മറുഭാഗത്ത് നിന്ന് തിന്നുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. തൊട്ട അയൽപക്കത്തുള്ളവർ, അത് ഹിന്ദുവാവട്ടെ, മുസ്ലിമാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മതമുള്ളവനാവട്ടെ, മതമില്ലാത്തവനാവട്ടെ, അയൽപക്കത്ത് ജീവിക്കുന്നവൻ പട്ടിണി കിടക്കുന്നുണ്ടോ? അവന് ഭക്ഷണമുണ്ടോ? അവൻ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇപ്പുറത്തിരുന്ന് കടിക്കുന്നതിന് മുമ്പ് അപ്പുറത്തിരുന്ന് അയൽവാസിയെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. എന്നിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, അവന്റെ കാര്യം അന്വേഷിക്കാതെയാണ് നമ്മളെ ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്നതെങ്കിൽ, നീ എന്ന മനുഷ്യ, നീ എന്നിൽപ്പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ദീൻ, ഇതാണ് മതം.